ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ലെനോവോ ലീജിയൻ 5 Pro എന്ന് പറഞ്ഞ ലാപ്ടോപ്പ്. ലെനോവോ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് അറിയാം. അവർ ഗെയിമിംഗ് സീരീസിനാണെങ്കിലും സാധാ സീരീസിനാണെങ്കിൽ ബഡ്ജറ്റ് ഗെയിമിങ്ങിനാണെങ്കിൽ എല്ലാത്തിനുമായിട്ട് കിടല ലാപ്ടോപ്പുകളാണ് നടക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഓൾറെഡി യെല്ലോക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 70,000 റുപ്പീസിന്റെ ആയിരുന്നു. എന്നാൽ ഇത് ആ യെല്ലോക്കിനെക്കാളും മുകളിൽ വരുന്ന സീരീസ് ആണ് ലീജിയൻ. അതിന്റെ 5 Pro എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് ആണ് ഇത്. ആൻഡ് ബ്ലാക്ക് കളർ ലാപ്ടോപ്പ് ആണ്. ഈ ലെനോവോയുടെ സത്യം പറഞ്ഞ അവരുടെ ലാപ്ടോപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് സീരീസിൽ തന്നെ നല്ല അവര് കൂളിംഗ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. തെർമൽസ് എല്ലാം കിടിലമാണ്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ യെല്ലോക്കിൽ പറഞ്ഞത് തന്നെ പറയാനുള്ളത് കിടിലം ബിൽഡ് ക്വാളിറ്റിയാണ്. അതിലൊന്നും യാതൊരു അവർ വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അത് പറഞ്ഞിട്ട് ഇത് അവരെ ഏറ്റവും ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ആണ്. ഗെയിം കളിക്കാനൊക്കെ ആണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും എന്തിനും ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതിനകത്തുള്ള പ്രൊസസർ എന്ന് പറഞ്ഞാൽ ഇന്റൽ i9 14th Gen HX പ്രൊസസറാണ്. ഇതിനകത്ത് ഇങ്ങനെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ NVIDIA RTX 4070 ആണ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാനൊക്കെ ആണെങ്കിൽ വളരെ വാലറന്റ് കളിക്കാനാണെങ്കിലും മറ്റേ GTA എന്തിനു വേണം നിങ്ങൾക്ക് ചറപറ ഇതിനകത്ത് കളിക്കാം. നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ല കിടിലൻ ലൈവ് വാൾപേപ്പേഴ്സ് കിടാൻ പറ്റും. ലൈവ് വാൾപേപ്പർ വളരെ സിമ്പിൾ ആണ്. എവിടെ ഞാൻ ആരോട് ചോദിച്ചായിരുന്നു, ജസ്റ്റ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിനകത്ത് കയറിയിട്ട് ലൈവ്ലി വാൾപേപ്പർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ mylivewallpaper.com കയറിയിട്ട് അതിനകത്ത് മൈ ലൈവ് വാൾപേപ്പറിന്റെ സോഫ്റ്റ്വെയർ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫയൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. വീഡിയോ വാൾപേപ്പറിന്റെ ഇതുപോലെ കിടക്കുന്ന നല്ല രസമാണ്. നമ്മൾ എല്ലോക്കിൽ കണ്ട പോലെ തന്നെ ഇതിനകത്ത് ലെനോവോ വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അവര് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഗെയിമിംഗ് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. CPU 5.8 GHz ട്വീക്ക് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് ഇതിനകത്ത് 1 GB SSD ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ തെർമൽ മോഡ് നമുക്ക് ബാലൻസ് ആണ് കിടക്കുന്നത്. ബാലൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ യൂസിനൊക്കെ തന്നെ. പെർഫോമൻസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി കൺസപ്ഷൻ ഹൈ ആയിരിക്കും, ഫാൻ സ്പീഡ് ഹൈ ആയിരിക്കും. നിങ്ങൾ പവർ ഗെയിം കളിക്കുമ്പോൾ എപ്പോഴും പ്ലഗ് ഇൻ ചെയ്ത് കളിക്കുക. കാരണം ഹൈ പെർഫോമൻസ് ആണ് എടുക്കുന്നത്. സോ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ആവും. അത് പറഞ്ഞിട്ട് ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ സ്പീഡ് സ്ലോ ആയിരിക്കും, പവർ കൺസപ്ഷൻ ലോ ആയിരിക്കും. നമുക്ക് കസ്റ്റം മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ നമ്മുടെ സിസ്റ്റം പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയിൽ നിന്ന് ഏറ്റവും മാക്സിമം നെറ്റ്വർക്ക് പിടിക്കുകയും അത് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വൈഫൈയുടെ ഒരു സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടും. GPU വർക്കിംഗ് മോഡ് ഇതിനകത്ത് ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് iGPU ഒള്ളി മോഡുണ്ട്, ഹൈബ്രിഡ് ഓട്ടോ മോഡുണ്ട്, DGPU മോഡുണ്ട്. ഹൈബ്രിഡ് iGPU മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. സോ പവർ കൺസപ്ഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. അത് പോരാഞ്ഞിട്ട് DGPU മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. പവർ കൺസപ്ഷൻ കൂടുന്നതാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മുടെ സിസ്റ്റം പെർഫോം ചെയ്യും. ഇപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യം നമ്മുടെ iGPU നോക്കിക്കോളും. ബാക്കിയുള്ള കാര്യങ്ങൾ റാം നോക്കിക്കോളൂ. അങ്ങനെയൊക്കെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇടാൻ സാധിക്കും. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെനോവോ സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ലൈറ്റ് RGB ലൈറ്റ് എങ്ങനെ കത്തണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് തന്നെ നമ്മൾ ബാറ്ററി ഹെൽത്ത് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഫുൾ ചാർജ് കപ്പാസിറ്റി 85.18 വാട്ട്സ് ആണ്. ഇപ്പൊ കറണ്ട് ആയിട്ട് എത്ര വാട്ട്സ് ചാർജിങ് ബാക്കി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചറും ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ബാറ്ററി ഹെൽത്ത് എല്ലാം കാണാൻ സാധിക്കും. ബാറ്ററി കെമിസ്ട്രി വരുന്നത് ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. GPU ഓവർക്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ GPU മാക്സിമം പെർഫോമൻസിൽ അത് റൺ ചെയ്യും. അതുപോലെ ടച്ച് പാഡ് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ലെനോവോ വാൻറ്റേജ് ഉപയോഗിച്ച് നിങ്ങളുടെ സിസ്റ്റം എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് തന്നെ വേണമെങ്കിൽ ഡിസൈഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 144 Hz വരുന്ന മാറ്റ് ഡിസ്പ്ലേ ആണ്. ടച്ച് ഇതൊന്നുമില്ല. ആൻഡ് ഫ്രണ്ട് ക്യാമറ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി വരുന്നത്. അത്യാവശ്യം നൈസായിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ടൊക്കെ നൈസ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെ ഇതിനകത്ത് കിട്ടും. റൈറ്റ് സൈഡിലായിട്ട് ഹെഡ്ഫോൺ ജാക്കും ക്യാമറ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ചും ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ലൈറ്റ് ഉണ്ട്, സിസ്റ്റം ഓൺ എന്നുള്ളത് കാണിക്കാൻ. അത് പോരാഞ്ഞിട്ട് ഇവിടെ നമുക്ക് USB പോർട്ട് വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ എയർ വെന്റും വരുന്നുണ്ട്. ആൻഡ് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇന്റർനെറ്റ് പോർട്ടും ഇത് തണ്ടർബോൾട്ട് പോർട്ടും ആണ്. അതുപോലെ HDMI പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും 2 USB-A ടൈപ്പ് പോർട്ട് വന്നിട്ടുണ്ട്. ചാർജർ പ്ലഗ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ 2 ഇവിടെ എയർ വെന്റും ഉണ്ട്. ഇത് സത്യം പറഞ്ഞ ഈ ഒരു എയർ വെന്റ് കാണുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ലംബോർഗിനിയുടെ മറ്റേ ആ ഒരു ഇതുപോലെ എവിടെയോ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു USB-A ടൈപ്പ് ഉണ്ട്. വീണ്ടും ഇവിടെ ഒരു C ടൈപ്പ് പോർട്ടും കാണാൻ സാധിക്കും. ആൻഡ് ഇതാണ് ലെനോവോ ലീജിയൻ 5 Pro. നിങ്ങൾക്ക് വോബ്ലിങ് കാര്യങ്ങളോ ഒന്നുമില്ല ഡിസ്പ്ലേക്ക്. ബിക്കോസ്
അത്ര നല്ല ക്വാളിറ്റിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പ് മേശ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ്, കാരണം ഓഫ് എയർ സർക്കുലേഷന് വേണ്ടിയാണ് അങ്ങനെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ യെല്ലോ ക്യൂൽ കണ്ടതും അതുപോലെ തന്നെ ആയിരുന്നു. ആൻഡ് ഇവിടെ ലീജിയൻ എന്ന് എഴുതിയിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ മിന്നി തിളങ്ങി കത്തുന്നുണ്ട്. ഇതാണ് പവർ സ്വിച്ച്. നമ്മൾ യെല്ലോ ക്യൂല് ആ ഒരു യെല്ലോ ക്യൂവിന്റെ ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സർക്കിൾ സ്വിച്ച് ആണ് വിത്ത് ലൈറ്റും ഉണ്ട്, വൈറ്റ് ലൈറ്റ്. ആൻഡ് ഇതാണ് ട്രാക്ക് പാഡ് ഒക്കെ നൈസ് ആണ്. ആൻഡ് ഇതിന്റെ കീസ് എന്ന് പറഞ്ഞാൽ സ്വാപ്പബിൾ കീസ് ആണ്. നമുക്ക് ഇത് ഇളക്കിയിട്ട് ഇഷ്ടമുള്ള കളർ കീസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിടാൻ സാധിക്കും. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലെനോവയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലാപ്ടോപ്പ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ലെനോവയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ലാപ്ടോപ്പ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അത് ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ യെല്ലോ ക്യൂ ആണെങ്കിൽ പോലും യോഗ ആണെങ്കിലും സ്ലിം ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഗ്രാഫിക്സ് കാർഡ് മാറ്റാം, കീബോർഡ് മാറ്റാം, ഡിസ്പ്ലേ മാറ്റാം, അങ്ങനെ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് ലെനോവോയുടെ സൈറ്റിൽ. വളരെ അടിപൊളിയാണത്. അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. ലെനോവോ വളരെ അടിപൊളി ലാപ്ടോപ്പുകളാണ് ഇറക്കുന്നത്. അടിപൊളി ലാപ്ടോപ്പുകളാണ്. ഭാഗ്യത്തിനാണ് എനിക്ക് ഇപ്പൊ രണ്ടാമത്തെ ലാപ്ടോപ്പ് റിവ്യൂ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. HX പ്രൊസറാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ചാർജർ. നല്ല ഹെവിയാണ് കേട്ടോ അതിന്റെ ചാർജർ. ഇത്രയും സൈസും ഉണ്ട്, ഒരു ചുടുകട്ടേക്കാളും ഉണ്ട് ഇതിന്റെ ചാർജർ. ആൻഡ് 300 വാട്ട്സിന്റെ ചാർജറാണ്. ഇതാണ് ഇതിന്റെ പിന്ന് വരുന്നത്. ബൈ ദ വേ ഇത് US വെർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പിന്ന് വരുന്നത്. മറ്റേ പിന്ന് എവിടെയാണ്? ഇതാണ് മറ്റേ പ്ലഗ് ചെയ്യേണ്ട പിന്ന്. ഇത്ര വെയിറ്റ് കൊണ്ടുടെ ഇത്രയും. ബിക്കോസ് അറിയാമല്ലോ ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. സോ ഫാസ്റ്റ് ചാർജിങ് ആണ് അത്രയും. അതുകൊണ്ട് ഇത്രയും വലിയ ബ്രിക്ക് വരും. ആൻഡ് ഇത്രയാണ് എനിക്ക് ലെനോവോ ലീജിയൻ 5 പ്രോയെ പറ്റി പറയാനായിട്ടുള്ളത്. ആൻഡ് ഗേസ് അറ്റ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇത് US വെർഷൻ ആണ്, ഇന്ത്യ കിട്ടത്തില്ല. വെരി ഗുഡ്. ആൻഡ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ US ദുബായ് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് വഴി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതിന്റെ പ്രൈസ് വന്ന് സ്റ്റാർട്ടിങ് 1.5 ആണ്. ഇത് പല വേരിയന്റ് പല ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റുന്നു. പിന്നെ പല ഫീച്ചേഴ്സും ഇതിന്റെ ഗ്രാഫിക്സ് കാർഡും അതും ഇതൊക്കെ മാറ്റുന്നതനുസരിച്ച് അതിന്റെ റേറ്റ് മാറും. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ലെനോവോയുടെ രണ്ടാമത്തെ ലാപ്ടോപ്പ്. ആൻഡ് ബൈ ദ വേ ഈ ഒരു ലാപ്ടോപ്പ് എനിക്ക് തന്നത് എന്റെ ഫ്രണ്ട് റിവ്യൂ ചെയ്യാനായിട്ട് തന്നതാണ്. അല്ലാതെ ലെനോവോ എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നതൊന്നുമല്ല. ദൈവത്തെ ഓർത്തിന് പേട് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. അപ്പൊ അത്രയുള്ള ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.